തന്നെ നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ ഇച്ചിക്കോയും തമ്മിലുള്ള ഒരു വലിയ ഫൈറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ ഹീറോയി ആണെങ്കിൽ തന്റെ ഹോളോ പവർ റിലീസ് ചെയ്യുകയാണ്. നോക്കുന്ന സമയത്ത് അവളുടെ മുഖത്ത് ഒരു ഹോളോ മാസ്ക് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഇച്ചിക്കോ ചെറുതായിട്ട് പേടിക്കുന്നൊക്കെ ഉണ്ട്. നമ്മുടെ ഹീറോയി ഓടി വന്നിട്ട് നമ്മുടെ ഇച്ചിക്കോന് ഇട്ടൊരു അടി കൊടുക്കുകയാണ്. സോ അടിയിൽ തന്നെ നമ്മുടെ ഇച്ചിക്കോ വളരെയധികം നല്ല രീതിയിൽ തന്നെ തളരുന്നുണ്ട്. ഒരു വലിയ മുറിവ് തന്നെ ഇച്ചിക്കോന് നേരെ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ഹീറോയി പറയുകയാണ്, ഇച്ചിക്കോ നീ ഒരു പൊട്ടനാ, എൻ്റെ കൂടെ ഇത്രയധികം പവർഫുൾ ആയിട്ടുള്ള ഒരാളുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നീ നിന്റെ ബൻകൈ റിലീസ് ചെയ്യണ്ടായോ? നീ എന്ത് മണ്ടത്തരമാ കാണിക്കുന്നത്? നമ്മുടെ ഇച്ചിക്കോ ആണെങ്കിൽ തന്റെ ബൻകൈ റിലീസ് ചെയ്യുന്നില്ല. സോ അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഇച്ചിക്കോ അഥവാ ബൻകൈ റിലീസ് ചെയ്താൽ ഇച്ചിക്കോന്റെ ഹോളോ പേഴ്സണാലിറ്റി ഇച്ചിക്കോനെ കവർ ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ ഇച്ചിക്കോ ബൻകൈ റിലീസ് ചെയ്യാത്തത്. സോ നമ്മുടെ ഇച്ചിക്കോ ഫൈറ്റ് ചെയ്യാതെ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയി വളരെയധികം ഇറിറ്റേറ്റഡ് ആകുകയാണ്. ഇച്ചിക്കോയ്ക്കും അന്നേരം തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഇച്ചിക്കോയ്ക്ക് തന്റെ ബൻകൈ റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ഒപ്പോണന്റിന്റെ കൂടെയാണ് താനിപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത്. ഇച്ചിക്കോ ഫൈറ്റ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹീറോയി വളരെയധികം ഇറിറ്റേറ്റഡ് ആകുകയാണ്. സോ അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഇച്ചിക്കോയ്ക്ക് അവരുടെ അടുത്ത് അത്രയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഒരുപാടധികം മുറിവുകൾ നമ്മുടെ ഇച്ചിക്കോന്റെ ശരീരത്തുണ്ടാകുകയാണ്. ഇച്ചിക്കോയ്ക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മുടെ ഹീറോയി ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മുടെ ഇച്ചിക്കോനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ഇച്ചിക്കോ അൺകൺട്രോൾഡ് ആകുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഇച്ചിക്കോന്റെ ഹോളോ പേഴ്സണാലിറ്റി പുറത്തിലേക്ക് വരികയാണ്. ഉടനെ തന്നെ നമ്മുടെ ഹീറോയിന്റെ കഴുത്തിൽ കയറി പിടിച്ച് ഹീറോയിനെ ഇങ്ങനെ തൂക്കി നിർത്തിയേക്കുകയാണ്. ഇച്ചിക്കോന്റെ ഹോളോ മാസ്ക് കണ്ടിട്ട് ബാക്കിയുള്ള എല്ലാവരും വളരെയധികം ഞെട്ടി നിൽക്കുകയാണ്. എന്താണ് കാരണമെന്ന് വെളിപ്പെടുത്തുന്നില്ല. ഫൈറ്റ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്ത ആളെ ഇച്ചിക്കോന്റെ ശരീരത്തിലുള്ള ഹോളോ വളരെയധികം ഈസിയായിട്ട് തന്നെ കഴുത്തിന് പിടിച്ച് തൂക്കി നിർത്തിയേക്കുന്നു. ഹീറോയി ചാവൂന്ന് മനസ്സിലാക്കിയ ബാക്കിയുള്ള വൈസോട്സ് ആണെങ്കിൽ നമ്മുടെ ഇച്ചിക്കോനെ വളയുകയാണ്. സോ അങ്ങനെ അവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കുകയാണ് ഇച്ചിക്കോന്റെ ശരീരത്തിലുള്ള ഹോളോ ചില്ലറക്കാരനല്ല. മാത്രമല്ല നമ്മുടെ ഹീറോയും വളരെയധികം നല്ല രീതിയിൽ തന്നെ പേടിച്ച് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളവരും കാണിക്കുന്നത് നമ്മുടെ ഇച്ചിക്കോന്റെ വീടാണ്. സോ അവിടെ ഇച്ചിക്കോന്റെ സിസ്റ്റർ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. കാരണം തന്നെ ഇച്ചിക്കോനെ ഇതുവരെ കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അവിടെ കിടന്ന് ഒരുപാടധികം സർക്കസ് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഇച്ചിന് ഒരുപാടധികം വിഷമമുണ്ട്. ഇത്ര നേരമായിട്ടും നമ്മുടെ ഇച്ചിക്കോ വീട്ടിൽ വരാത്തത് കൊണ്ട് തന്നെ നമ്മുടെ റൂക്കിയും ഒരുപാടധികം വിഷമിച്ച് റൂഫ് ടോപ്പിന്റെ മണ്ടയ്ക്ക് കയറി നിൽക്കുകയാണ്. ഇച്ചിക്കോയ്ക്ക് എന്ത് പറ്റി? ഇച്ചിക്കോന്റെ സ്പിരിച്വൽ പ്രഷർ എനിക്ക് കാർക്കുറ സിറ്റിയിൽ ഒന്ന് സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അവൻ എന്തു പറ്റി? അവൻ ഇനി ഈ സിറ്റി വിട്ട് വേറെ എവിടെയെങ്കിലും പോയോ എന്ന് നമ്മുടെ റൂക്കിയെ ചിന്തിക്കുകയാണ്. കാണിക്കുന്നത് വൈസോട്ട് ഗ്രൂപ്പിന്റെ അതിലുള്ള ഓരോ മെമ്പേഴ്സും നമ്മുടെ ഇച്ചിക്കോനെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സിഞ്ചി ഹീറോ ഈ ഗ്രൂപ്പിന്റെ ലീഡർ. ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവരെല്ലാവരും എന്നെ റിജക്ട് ചെയ്തു. ഞാനാണ് ഗ്രൂപ്പിന്റെ സെക്കൻഡ് ഹാൻഡ് കമാൻഡർ. ഒരു ബോക്സറാണ്, അത് പറയണ്ടല്ലോ. പേരാണ് റോസ്. ഞാൻ വളരെയധികം സംഗീത പ്രേമിയാണ്. സംഗീതം എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും. കരഞ്ഞുകൊണ്ടിരിക്കുന്ന പൊട്ടന്റെ പേര് ഒഡാക്കു എന്നാണ്. മംഗക്കാസ് വായിക്കാൻ ഒരുപാടധികം ഇഷ്ടമാണ്. ഇത് വായിക്കുന്ന സമയത്ത് കിട്ടുന്ന ഫീലിങ്സ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അങ്ങനെ ഗ്രൂപ്പിനകത്തിലുള്ള ലേഡി പറയുകയാണ്, എൻ്റെ പേരാണ് ലിസ. എനിക്ക് ഇങ്ങനത്തെ മാഗസിൻസ് ഒക്കെ ഒരുപാടധികം ഇഷ്ടമാണ്. 18+ മാഗസിൻസ് ആണ് വായിക്കുന്നത്. അത് മറക്കരുത്. കാണുന്ന ഹീറോയ്ക്ക് ഒരുപാടധികം ദേഷ്യം വന്നിട്ട് അവളെ അടിക്കാൻ വേണ്ടി പോകുന്നു. സോ അന്നേരം തന്നെ ഗ്രൂപ്പിനകത്തിലുള്ള ബാക്കി മെമ്പേഴ്സും അങ്ങോട്ട് വരികയാണ്. ഇപ്പൊ രണ്ടുപേര് വന്നില്ലേ? സോ ഇവരാണ് ടീമിന്റെ അച്ചചുട്ട പരിപാടികൾ എന്നൊക്കെ പറയത്തില്ലേ. പ്രൊണൗൺസിയേഷൻ തെറ്റാണെന്ന് അറിയാം, അതൊക്കെ നോക്കിയാൽ നമ്മുടെ ഇച്ചിക്കോനെ ഒരു മെഷീനിൽ വെച്ച് ട്രെയിനിങ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിക്കോ മെഷീനിൽ ഇരുന്ന് ഒരുപാട് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ മസിൽ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയാണോ ഞാൻ ഇങ്ങോട്ട് വന്നത്? എന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഹോളോ പവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുക. നിങ്ങൾ എന്ത് കോപ്പാണ് അവിടെ പഠിപ്പിക്കുന്നതൊക്കെ പറഞ്ഞ് നമ്മുടെ ഇച്ചിക്കോ ദേഷ്യപ്പെടുകയാണ്. സോ ഇത് കേട്ട നമ്മുടെ ഷിഞ്ചി ഇച്ചിക്കോനോട് പറയുകയാണ്, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പം ഞങ്ങളുടെ റൂൾസും നീ ഫോളോ ചെയ്യണം. ഇച്ചിക്കോ എല്ലാവരും ഐസ് ആൻഡ് ആർമിയുടെ കൂടെ ഫൈറ്റ് ചെയ്യേണ്ടവരാണ്. എന്ന് വെച്ചാൽ ദ ഫൈനൽ ബാറ്റിലിൽ നമ്മൾ ഫൈറ്റ് അതിനു വേണ്ടിയാണ്, നിന്നെ പവർഫുൾ ആക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിന്നെ ട്രെയിനിങ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു തരത്തിലുള്ള ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇച്ചിക്കോനെ നോക്കൗട്ട് ചെയ്യുകയാണ്. ഇതിലായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഷിഞ്ചി ആണെങ്കിൽ ഇച്ചിക്കോനെ മയക്കി കിടത്തുകയാണ്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി അവർ ബേസ്മെന്റിലോട്ട് പോവുകയാണ്. നമ്മുടെ ഉരഹര ഷോപ്പിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് ഇവരുടെ ബിൽഡിങ്ങിന്റെ താരയും ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇച്ചിക്കോനെ ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് അവരിവിടെ ബേസ്മെന്റിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഷിഞ്ചിക്ക് എന്തോ ഒരു ബാഡ് ഫീലിംഗ് തോന്നുന്നുണ്ട്. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ പിങ്ക് മുടിയുള്ള നാറിയോട് ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ബിൽഡിംഗ് പോലത്തെ എന്തോ ഒരു തരത്തിലുള്ള ഒരു ബാരിയർ ആണ് നമ്മുടെ പിങ്ക് മുടിയുള്ള നാരി ക്രിയേറ്റ് ചെയ്യുന്നത്. ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ഷിഞ്ചിക്ക് എന്തോ ഒരു തരത്തിലുള്ള ഒരു ബാഡ് ഫീലിംഗ് വരുന്നുണ്ട്. ഇച്ചിക്കോന്റെ ബോഡി സീൽ ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഈ ബാരിയർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇച്ചിക്കോന്റെ ബോഡിയിലുള്ള ഹോളോന്റെ പവർ ഒത്തിരി കൂടിയാൽ അത് സർപ്പസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബാരിയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇച്ചിക്കോന്റെ ഹോളോ പവർ കൺട്രോൾ ചെയ്യാൻ
വേണ്ടിയാണ് ഇത്രയധികം കാര്യങ്ങൾ ഇവർ ഇച്ചിഗോയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ഇച്ചിഗോന്റെ ഇന്നർ വേൾഡിലേക്ക് വരികയാണ്. നമ്മുടെ ഇച്ചിഗോ ചിന്തിക്കുന്നത് ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നാണ്. സോ അതേ സമയത്ത് തന്നെ വൈറ്റ് ഇച്ചിഗോ അഥവാ ഹോളോ ഇച്ചിഗോ ഇച്ചിഗോന്റെ അടുത്തേക്ക് വരികയാണ്. കാണുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇച്ചിഗോ പേടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ദേഷ്യം വരുന്നുണ്ട്. സോ അന്നേരം തന്നെ അവർ രണ്ടുപേരും അവിടെ വെച്ച് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വേൾഡിനാണെങ്കിൽ നമ്മുടെ വൈസോട്ട് ഗ്രൂപ്പ് ഒരുപാടധികം സ്ട്രഗിൾ ചെയ്യുകയാണ്. നമ്മുടെ ഇച്ചിഗോ ഒരുപാടധികം പവർഫുൾ ആണ്. നമ്മുടെ ഇച്ചിഗോനെ ഈ സമയത്ത് തന്നെ ഹോളോ മുഴുവനായിട്ട് തന്നെ ട്രാൻസ്ഫോം ആകുകയാണ്. നമ്മുടെ ഹോളോ ഇച്ചിഗോനെ അവർക്ക് തടഞ്ഞു നിർത്താൻ വേണ്ടി പറ്റുന്നില്ല. അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവർക്ക് മനസ്സിലാകുകയാണ് ഇച്ചിഗോയും അതുപോലെ തന്നെ ഹോളോ ഇച്ചിഗോയും ഇന്നർ വേൾഡിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഇച്ചിഗോനെ തടുത്തേ പറ്റത്തുള്ളൂ. ആ ലിസ എന്ന് പറഞ്ഞുള്ള ലേഡി ആ ബാരിയറിന്റെ അതിലോട്ട് കയറി പോവുകയാണ്. അത് നമ്മുടെ ഇച്ചിഗോന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ഇവർക്ക് വേറെ വഴിയൊന്നുമില്ല. ഇവർക്ക് ഫൈറ്റ് ചെയ്ത് ഇച്ചിഗോന്റെ ഹോളോനെ സർപ്പസ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ അങ്ങനെ മാത്രമേ നമ്മുടെ ഇച്ചിഗോനെ തടഞ്ഞു നിർത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഇച്ചിഗോ മുഴുവനായിട്ടും ഒരു ഹോളോ ആയിട്ട് ട്രാൻസ്ഫോം ആവും. അത് പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റത്തില്ല. ഇച്ചിഗോന്റെയും അതുപോലെ തന്നെ ഹോളോ ഇച്ചിഗോന്റെ ഇടയിൽ ഒരു വലിയ ഫൈറ്റ് തന്നെ നടന്നുകൊണ്ടിരിക്കുക. ഇനി ഹോളോ ഇച്ചിഗോനെ വൈറ്റ് എന്ന് വിളിക്കാം. അവന്റെ കളർ തന്നെ വൈറ്റ് ആണ്. ഇച്ചിഗോ, ഞാൻ നിന്റെ ഈവിൾ പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നിന്റെ സംബത്തുവിന്റെ ഈവിൾ പേഴ്സണാലിറ്റി പവേഴ്സ് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപയോഗിച്ചിട്ട് എനിക്ക് നിന്നെ സിമ്പിൾ ആയിട്ട് തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇച്ചിഗോ, നിന്റെ സംബത്തുവിന്റെ പവേഴ്സ് മുഴുവനായിട്ടും ഞാൻ കുറച്ചായിട്ട് ഈവിൾ പവറിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കും. കാണുന്ന സമയത്ത് നമ്മുടെ ഇച്ചിഗോ ഒരുപാടധികം വിഷമം വരികയാണ്. അത് മാത്രമല്ല നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സോ അന്നേരം തന്നെ നമ്മുടെ വൈറ്റ് പറയുകയാണ്, പവർ ഓവറായിട്ട് യൂസ് ചെയ്താൽ നിന്റെ സംബത്തു മുഴുവനായിട്ട് ഞാൻ ഈവിൾ പേഴ്സണാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിന്നെ മുഴുവനായിട്ട് തന്നെ ഞാനൊരു ഹോളോ ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോന്റെ സംബത്തുവിന്റെ സെക്കൻഡ് ഫോം ആയിട്ടുള്ള ബൻ കൈ റിലീസ് ചെയ്യുകയാണ്. ഇച്ചിഗോ മാത്രമല്ല നമ്മുടെ വൈറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇച്ചിഗോയും ഒരുമിച്ച് തന്റെ ബൻ കൈ റിലീസ് ചെയ്യുന്നു. സോ അവിടെ വെച്ചാണ് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 5ന്റെ 23ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഇനി സീസൺ 5ന്റെ വെറും 3 എപ്പിസോഡ്സും കൂടെ ബാക്കിയുള്ളൂ. സോ അത് കഴിയാൻ നേരത്ത് സീസൺ 5 അവസാനിക്കും. അത് കഴിഞ്ഞിട്ട് സീസൺ 6 ആണ്. സോ അത് ചെയ്യണോ വേണ്ട എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞേക്കുക. ഈ ബ്ലീച്ച് എന്ന് പറഞ്ഞ സീരീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെച്ചേക്കുക. അത് ഓൺ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ അന്നേരമായിട്ട് നിങ്ങളെ നോട്ടിഫൈ ചെയ്ത് അറിയിക്കത്തുള്ളൂ. സോ നിങ്ങൾ നോട്ടിഫൈ ഒക്കെ ചെയ്തിട്ട് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അന്നേരമായിട്ട് നോട്ടിഫൈ ആയിട്ട് അറിയത്തുള്ളൂ. സോ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഈ വീഡിയോക്ക് 100 ലൈക്സ് തരാൻ വേണ്ടി ശ്രമിക്കുക. സോ ഡോക്ടർ സ്റ്റോൺസിന്റെ ഫാൻസ് ഒക്കെ 100 ലൈക്സ് ചോദിക്കുന്ന സമയത്ത് 200 ലൈക്സ് ആണ് തരുന്നത്. സോ ബ്ലീച്ചിന്റെ ഫാൻസ് നിങ്ങളുടെ ശക്തി കാണിച്ചു കൊടുക്കുക. ഒരുപാടധികം ആനിമേഷൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ചാനലിൽ പുതിയതായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഒരുപാടധികം ആനിമേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും. ബൈ.